ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു പോളയായിട്ടാണ് വന്നിട്ടുള്ളത്. പോളയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രെഡ് ചിക്കൻ പോളയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. ചിക്കൻ്റെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു പോള നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പോളയാണ്. ബ്രെഡും ചിക്കനും വീട്ടിലുണ്ടായാൽ മതി. അപ്പോൾ ചിക്കന് പകരം ബീഫ് എടുക്കാം കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. അപ്പോൾ അതൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴന്ന് വരട്ടെ. അത് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഞാനൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ടേസ്റ്റും കൂടെ ഇതിൽ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതാണ്. അതും കൂടി ചേർത്തിട്ട് നമുക്കതിൻ്റെ റോ സ്മെല്ലൊക്കെ മാറുന്ന വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ അതിലേക്ക് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നമുക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ചിക്കൻ മസാല, പിന്നെ ഒരു 1/4 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും, അതുപോലെ ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ റോസ് സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടട്ടെ, അതുവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി അതിലേക്ക് ചിക്കനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഏകദേശം ഒരു 50 ഗ്രാം, കറക്റ്റ് അല്ല കേട്ടോ, 50 ഗ്രാം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത് മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ്. അത് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ അത് കൈ വെച്ചിട്ടൊന്ന് പിച്ചിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ആവുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലല്ല, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിയിലയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ എത്രയാണോ ടേസ്റ്റ് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് നല്ലൊരു ഫ്ലേവർ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ലാസ്റ്റായിട്ടാണ് ഞാൻ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്തിട്ട് നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 4 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 4 മുട്ടയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാനിനനുസരിച്ച് മാറ്റം വരും. പിന്നെ അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊരു മീഡിയം സൈസിലുള്ള പോളയാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അതിനനുസരിച്ചാണ് ഞാൻ മുട്ട എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിലേറെ മുട്ടയും ബ്രെഡൊക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് നിങ്ങൾ എല്ലാത്തിൻ്റെയും അളവ് കൂട്ടിക്കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. കറക്റ്റ് ബ്രെഡ് സ്ലൈസസിൻ്റെ എണ്ണ ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ അരികൊക്കെ കളഞ്ഞിട്ട് നമുക്കവിടെ മാറ്റി വെക്കാം. എന്നിട്ട് ഇതിലേക്ക് മുട്ടയുടെ മിക്സിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. സൈഡിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട് ബ്രെഡ് സ്ലൈസസ്. ഇങ്ങനെ എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ഗ്യാപ്പുള്ളിടത്തൊക്കെ ഇതുപോലെ പീസാക്കിയിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. കുറച്ച് കയറ്റിയിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട്. എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ അങ്ങ് ആക്കി കൊടുക്കുക. ഒട്ടും ഗ്യാപ്പില്ലാതെ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവിനും മാറ്റം വരും. അപ്പോൾ അതാണ് കറക്റ്റ് ബ്രെഡ് സ്ലൈസസ് എത്ര എടുക്കണം എന്ന് പറയാത്തത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ചിക്കൻ്റെ മിക്സ് ഉണ്ടല്ലോ, ചിക്കൻ്റെ ഫില്ലിങ്, അത് വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഒരു കുഴി പോലെ വേണം ബ്രെഡ് ആദ്യം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മേൽഭാഗത്ത് ഇതുപോലെ വീണ്ടും മുട്ടയിൽ മുക്കിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ പാനിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഏതാ നമുക്ക് വേണ്ടത് അത് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ കറക്റ്റ് പെട്ടെന്ന് തന്നെ നമുക്കതിന് വിട്ട് കിട്ടുള്ളൂ ലാസ്റ്റ്. അത് ഞാൻ പറയാൻ വിട്ടതാണ്. അപ്പോൾ ആ പാനിൽ ആദ്യം ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് വേണം ബ്രെഡ് വെച്ച് കൊടുക്കാനായിട്ട്. ഇങ്ങനത്തെ എല്ലാ ഫില്ലിങ്ങും ഒന്ന് എല്ലാ ഗ്യാപ്പും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണേ. ഒട്ടും ഗ്യാപ്പില്ലാതെ ചെയ്തെടുക്കുക. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അതും കൂടെ അതിൻ്റെ മേലെ അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ആ ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
എന്നിട്ട് ഡെക്കറേഷന് നിങ്ങൾക്ക് എന്തും വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ക്യാപ്സിക്കം ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തതൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റോ അല്ലെങ്കിൽ തക്കാളിയോ ഒക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഞാനൊരു മല്ലിയില കൂടി ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കൊരു പഴയൊരു പാൻ ഒന്ന് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഇത് ഇറക്കി വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു ഏകദേശം 30 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. 30 മിനിറ്റ് ആട്ടോ എനിക്കെടുത്ത സമയം. 30 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ നിങ്ങൾ തൊട്ട് നോക്കുമ്പോൾ മേൽഭാഗം ഒന്നും ഒട്ടി പിടിക്കുന്നൊന്നുമില്ല, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പം മേൽഭാഗം ഒട്ടിപ്പിടിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്താൽ മതി. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്യണം കേട്ടോ. എന്നിട്ടൊരു പാന് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക, ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് ഇത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനത് ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഒട്ടും കരിഞ്ഞിട്ടൊന്നുമില്ല. 30 മിനിറ്റ് കറക്റ്റായിരുന്നു എനിക്ക്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. അപ്പോൾ നമ്മുടെ പോള ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി പോള, ചിക്കൻ ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ്. പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാൻ എൻ്റെ FB പേജിൽ ഈ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, അപ്പോൾ അത് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തേക്കണേ. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കണം. അപ്പോൾ അതൊക്കെ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അത് രണ്ടിലും എനിക്ക് ഫോളോവേഴ്സൊക്കെ കുറവാണ്, അപ്പോൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക് യു.